എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മണിയറ എന്ന സിനിമയിലെ അതിമനോഹരമായൊരു പാട്ടാണ് നിലവിൻ്റെ കായലിൽ നിലയില്ല കായലിൽ എന്ന പാട്ട്. ഞാനത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. സിനിമയിലെ എല്ലാ പാട്ടുകളും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, നിങ്ങളിൽ പലർക്കും, ആ കാലഘട്ടത്തിലെ തലമുറകൾക്ക് പലർക്കും ആ പാട്ടിനോട് താല്പര്യം ഉണ്ടാവും. പുതിയ ആളുകളല്ല, പഴയ ആളുകൾ, അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്കൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു കഥ സമ്മാനിച്ച സിനിമയാണ് മണിയറ മണിത്താലി എന്നൊക്കെ പറഞ്ഞു. ഒരു മുസ്ലിം കഥാപാത്രങ്ങളൊക്കെ ഒരു രീതിയിലേക്ക് കല്യാണ പാട്ടുകളും ഒപ്പന പാട്ടുകളും ഒക്കെ നിറഞ്ഞ അത്തരം ഒരു മുസ്ലിം കുടുംബത്തെ ആസ്പദമാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സിനിമയാണ് മണിയറ. മമ്മൂട്ടിയും സീമയും അതിഗംഭീരമായിട്ട്, അവരെ ഒരു ചെറുപ്പകാലം കൂടിയാണ്, അവരൊരു രണ്ടുപേരും അതിഗംഭീരമായിട്ട് ആ സിനിമ പെർഫോം ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ കാലഘട്ടത്തിലൊക്കെ ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിലവിൻ്റെ കായലിൽ നിലയില്ല കായലിൽ കനവിൻ്റെ ചന്ദന കളിയോടം, ഒരു കനവിൻ്റെ സുന്ദര കളിയോടം. നിലവിൻ്റെ കായലിൽ നിലയില്ല കായലിൽ കനവിൻ്റെ ചന്ദന കളിയോടം, ഒരു കനവിൻ്റെ സുന്ദര കളിയോടം. കളിവള്ളമെന്റെ തള്ളാത്തു കായലിനക്കരെ പോവേണ്ടേ, നീലക്കായലിനക്കരെ പോവേണ്ടേ. നിലവിൻ്റെ കായലിൽ നിലയില്ല കായലിൽ കനവിൻ്റെ ചന്ദന കളിയോടം, ഒരു കനവിൻ്റെ സുന്ദര കളിയോടം. കാറ്റും മഴയും വരുന്നല്ലോ, ഒറ്റയ്ക്കു ഞാനിനി പോവില്ല. തങ്കക്കിനാവിൻ്റെ കളിവള്ളത്തോണിയിൽ പങ്കായമെറിയാനൊരാളു വേണം, കൂടെ പങ്കായി തുഴയാനൊരാളു വേണം. കാറ്റും മഴയും വരുന്നല്ലോ, ഒറ്റയ്ക്ക് ഞാനിനി പോവില്ല. തങ്കക്കിനാവിൻ്റെ കളിവള്ളത്തോണിയിൽ പങ്കാഴമെറിയാനൊരാളു വേണം, കൂടെ പങ്കായി തുഴയാനൊരാളു വേണം. നിലവിൻ്റെ കായലിൽ നിലയില്ല കായലിൽ കനവിൻ്റെ ചന്ദന കളിയോടം, ഒരു കനവിൻ്റെ സുന്ദര കളിയോടം. അമരം തരാമെങ്കിൽ പോരാം ഞാൻ, അലകൾ മുറിച്ചു തുഴഞ്ഞോളാം. കാറ്റത്തും മഴയത്തും മറിയാടി തോണിയെ കണ്ണിൻ്റെ മണി പോലെ കാത്തോളാം, എൻ്റെ കണ്ണിൻ്റെ മണി പോലെ കാത്തോളാം.
നിലവിൻ്റെ കായലിൽ നിലയില്ല കായലിൽ കനവിൻ്റെ സുന്ദര കളിയോടം ഒരു കനവിൻ്റെ ചന്ദന കളിയോടം. താങ്ക് യു. ഈ സിനിമ ഇറങ്ങിയ ഒരു കാലഘട്ടത്തിൽ, സിനിമ എന്നല്ല ഒക്കെ ഇത്തരം ഒരുപാട് സിനിമകൾ നമ്മുടെ സിനിമാ തിയേറ്ററുകളിൽ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത്തരം ഒരുപാട് സിനിമ നമുക്ക് സംഭാവന ചെയ്ത പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. നമുക്ക് അന്നത്തെ ആ സിനിമകളൊക്കെ, ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഇന്നും ആ സിനിമയെക്കുറിച്ചുള്ള, ആ സിനിമയിലെ ഓരോ സീക്വൻസും അതിലെ പാട്ടുകളും ഒക്കെ നമ്മുടെ മനസ്സിൽ നമുക്കും ബൈഹാർട്ടാണ്. ഇന്നൊക്കെ വലിയ വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് ഓരോ സിനിമയുടെയും പിന്നെ വരുമാനം. അതൊക്കെ വിദേശ കൊമേഴ്സ്യൽ സിനിമകളൊക്കെ ഒരുപാട് പിന്നെ സാമ്പത്തികം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അത്തരം സിനിമകളൊക്കെ തിയേറ്ററുകളിലും ഒക്കെ കാണാറുണ്ടെങ്കിലും നമ്മുടെ മനസ്സിലേക്ക് അത്ര ആഴത്തിലൊന്നും ആ സിനിമകൾ കയറില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ ഉള്ള ഒരുപാട് സിനിമ, ഓരോ സിനിമയും പേരെടുത്ത് പറയാൻ പല സിനിമകളും മറന്നു, അല്ല പല സിനിമകളുടെ പേര് മറന്നുപോയി. പക്ഷെ ഓരോന്നായിട്ട് നമ്മൾ ഓർത്തെടുക്കുകയാണെങ്കിൽ ഇപ്പോഴും ആ സിനിമയിലൊക്കെ പല സീനുകളും നമുക്ക് ഓർമ്മ വരും. ഈ സിനിമയിൽ തന്നെ വളരെ നല്ല ഒരു, എന്താ പറയുക, ഒരു കല്യാണം കഴിച്ച് വിവാഹം കഴിച്ച് ചെല്ലുന്ന ഭർത്ത് വീട്ടിലെ തൻ്റെ സഹധർമ്മിണി അനുഭവിക്കേണ്ടി വരുന്ന ദുരിതങ്ങൾ, അമ്മായിയമ്മയുടെ കാലത്തൊക്കെ അത്തരം ആളുകൾ ഉണ്ടായിരുന്നു. ആ സഹധർമ്മിണിക്ക്, തൻ്റെ പ്രിയതമയ്ക്ക്, തൻ്റെ ഭാര്യയ്ക്ക് അമ്മായിയമ്മയിലൂടെ അത് ഉണ്ടാവുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചൊരു സിനിമയാണ് മണിയറ. ഇന്നും നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന സിനിമകളാണ് അത്തരം സിനിമകൾ. അപ്പോൾ ആ സിനിമയിലെ ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ഈ ചാനൽ ഷെയർ ചെയ്യാം, കൂടെ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ആളുകളിലേക്ക് എൻ്റെ ഈ വീഡിയോസുകൾ എത്തണമെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വീഡിയോസ് ആളുകളിലേക്ക് എത്തും. ഓക്കെ, അപ്പം നമുക്ക് കൂടുതൽ നല്ല വീഡിയോസും അതിൻ്റെ ആ സിനിമകളിലെ വിശേഷങ്ങളും സിനിമാ പാട്ടുകളും ആ പാട്ടിലെ എനിക്കറിയാവുന്ന രൂപത്തിലുള്ള ആ പാട്ടുമായി ബന്ധപ്പെട്ട വിശദീകരണവും നമുക്ക് നൽകി കൂടുതൽ വീഡിയോസുമായി വരും. അതുവരെ എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.